ഹായ് ഫ്രണ്ട്സ്, ടെക് പിടിക്കലുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ, ആൻഡ്രോയിഡ് ഫോണിൽ അറിഞ്ഞിരിക്കേണ്ട ചില സെറ്റിങ്സുകൾ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 5 സെറ്റിങ്സുകളെ പറ്റി പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും. നിങ്ങൾ അവസാനം വരെ ഈ ഒരു വീഡിയോ കാണുകയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിലെ ഒരു ഫീച്ചറാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് പലർക്കും അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ വരുന്ന ഒരു കണ്ടൻറ്റ് മാത്രമേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആർട്ടിക്കിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കുറച്ച് നീളമുള്ളതാണ്. അത്രയും നമുക്ക് ഓരോരോ പേജായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രോം ബ്രൗസറിൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ്, അതായത് പല പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലിങ്ക്, അതായത് ഏത് പേജാണോ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ആ ഒരു പേജിൻ്റെ മുഴുവൻ കണ്ടൻറ്റും ഓരോരോ പേജ് PDF ആയിട്ട് അവിടെ കൺവേർട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഫോണിലേക്ക് അവിടെ കാണുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ചെയ്യാനായിട്ടും സാധിക്കും. ഒരു ലിങ്കിൽ എത്ര പേജുകളുണ്ടോ അത്രയും പേജുകൾ ഒരു ഒറ്റ PDF ഫയലായിട്ട് സേവ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PDF ഫയൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണ്. ഞാനും പലപ്പോഴും ഈ ഒരു കാര്യം എൻ്റെ ഫോണിൽ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും അപ്പോൾ പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തിനായാലും അല്ലാത്ത കാര്യത്തിനായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സെറ്റിംഗ് ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലുള്ള സെറ്റിങ്സ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചായിരിക്കും യൂട്യൂബിൽ നമ്മൾ പല കാര്യങ്ങളും കാണാറുള്ളത്, ബ്രൗസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ ഹോമിൽ നമ്മളിങ്ങനെ കണ്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടോ പ്ലേ ചെയ്യാറുണ്ട്. പലപ്പോഴും വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ ഓട്ടോ പ്ലേ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു പ്രിവ്യൂ പോലെ വരാറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഡേറ്റ ഒരുപാട് തീർക്കാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ യൂട്യൂബിൻ്റെ ഒരു സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ പ്ലേ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതായത് അതിൻ്റെ താഴെ ഓട്ടോ പ്ലേ ഓൺ ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വൈഫൈയിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഓൾവേസ് ഓഫ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓഫ് ചെയ്തിരുന്നതായിരിക്കും നല്ലത്. വൈഫൈയിലാണെങ്കിലും നിങ്ങളുടെ നോർമൽ ഡേറ്റ ആണെങ്കിലും നിങ്ങളുടെ ഡേറ്റ അധികം പോകാതെ ഇത് നോക്കുന്നതായിരിക്കും. നമ്മളുടെ മൂന്നാമത്തെ അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസി, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ പ്രൈവസി സംബന്ധിച്ച ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോൾ അത് നമ്മൾ വേറെ ആരെങ്കിലും ആ ഒരു സ്ക്രീൻ ഒന്ന് ഓണാക്കുന്നത്, അതായത് പാസ്വേഡ് തുറക്കാതെ തന്നെ സ്ക്രീൻ ഒന്ന് വെറുതെ ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ അവരെന്താണ് അയച്ചിരിക്കുന്നതെന്ന് അവർക്ക് അവിടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് മൂലം പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മാത്രമായിട്ട്, അതായത് കണ്ടൻറ്റ് കാണിക്കാതെ നോട്ടിഫിക്കേഷൻ മാത്രമായിട്ട് ലോക്ക് സ്ക്രീനിൽ കാണിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ലോക്ക് സ്ക്രീൻ ആൻഡ് പാസ്വേഡ് ഉള്ള ഒരു ഓപ്ഷൻ മിക്ക ഫോണുകളിലും അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ സെറ്റിങ്സിലൊക്കെ ആയിരിക്കും ചില ഫോണിൽ. അപ്പോൾ ഈ ഫോണിൽ ലോക്ക് സ്ക്രീൻ ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ സെറ്റിങ്സിലാണ് ആ ഓപ്ഷനിലേക്ക് പോവുക. അതിനുശേഷം താഴെ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, ഓൺ ലോക്ക് സ്ക്രീൻ. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ലോക്ക് സ്ക്രീനിൽ കാണിക്കേണ്ട, എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും വിത്ത് കണ്ടൻറ്റ് കാണിക്കണം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഷോ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ട് ഹൈഡ് കണ്ടൻറ്റ്. അതായത് എല്ലാ നോട്ടിഫിക്കേഷനും കാണിക്കുക പക്ഷേ കണ്ടൻറ്റ് ഹൈഡ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും നിങ്ങളുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കാനായിട്ട് ബെറ്റർ ആകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതായത് വാട്സപ്പിൽ നിന്നാണെങ്കിൽ വാട്സപ്പിൽ മാത്രമേ കാണിക്കുകയുള്ളൂ, കണ്ടൻറ്റ് ഒരിക്കലും കാണിക്കില്ല. അപ്പോൾ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കീബോർഡാണ്. മെജോറിറ്റി ഓഫ് ആൾക്കാർ, ആൻഡ്രോയിഡ് യൂസറിൻ്റെ മെജോറിറ്റി ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു കീബോർഡാണ് ഗൂഗിൾ കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു താഴത്തെ ഈ നമ്പറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് ടൈപ്പ് ചെയ്യുന്ന സ്ക്രീനിലേക്ക് പോകുന്നു.
ഇതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു നമ്പർ റോ നമ്മളുടെ ഈ കീബോർഡിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡോട്ട് കാണാൻ സാധിക്കും. ആ ഡോട്ടിൽ നിങ്ങൾ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു സെറ്റിംഗ്സ് ബട്ടൺ വരുന്നത് കാണാൻ സാധിക്കും. അതിലേക്ക് പോവുക. അതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ റോ. ഓൾവേസ് ഷോ നമ്പർ റോ ഇൻ ക്യുവേറ്റ് കീപാഡ് എന്ന് കാണിക്കുന്നുണ്ട്. ക്യുവേറ്റ് ലേഔട്ട് എന്നാണ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നിങ്ങളുടെ കീബോർഡിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ റോ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഓപ്ഷനാണ്. ഇതുവരെ നിങ്ങളുടെ ഫോണിൽ ഇത് നിങ്ങൾ നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക, വളരെ പ്രയോജനപ്പെടും. നമ്മുടെ അവസാനത്തെ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കേണ്ട ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഓട്ടോഫിൽ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും പല വെബ്സൈറ്റുകളിൽ കയറുമ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും വീണ്ടും അടിക്കേണ്ടതായിട്ട് വരുന്നു, അതായത് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഓട്ടോഫിൽ ആയിട്ട്, അതായത് നമ്മൾ യൂസർ നെയിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്വേഡ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലർ സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് മാനേജർ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഗൂഗിൾ തന്നെ നമ്മളുടെ ഒരു പാസ്വേഡ് നമ്മൾ സേവ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓട്ടോഫിൽ നമുക്ക് ഈ ഒരു ഗൂഗിളിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്വേഡ് മാനേജറിനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വെബ്സൈറ്റിൽ കയറുമ്പോൾ ഈ ഓട്ടോഫിൽ കണ്ട യൂസർ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോഫിലായിട്ട് പാസ്വേഡും വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഓട്ടോഫിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഫോണിൽ പാസ്വേഡ് മാനേജർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് മാനേജർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷനും കാണാൻ സാധിക്കും. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഓട്ടോഫിൽ സർവീസിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ആ ഓരോ ആപ്ലിക്കേഷനെ ഓട്ടോഫിൽ സർവീസിൽ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡും യൂസർ നെയിമും അനുസരിച്ച് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം മുതൽ ലോഗിൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകുന്നതായിരിക്കും. വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് ഏതാണോ ട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന ആ ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്നിവിടെ പരിചയപ്പെട്ട 5 സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിലത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. അറിയാവുന്നിടത്ത് തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ദിവസവും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോ എന്നിട്ട് കാത്തിരിക്കുക.